തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തെങ്കിലും സമ്മതിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ശരി, മുൻ അംഗം ശ്രീ അജയ് തറയിൽ കൂടി. അജയ് തറയിൽ, ഈ പ്രശാന്തിന്റെ രാജി ആവശ്യം നിങ്ങൾ എന്തുകൊണ്ട് ശക്തമാക്കുന്നില്ല? പ്രതിപക്ഷ നേതാവ് ഇന്ന് എന്തുകൊണ്ട് പറയുന്നില്ല അത് രാജിവെച്ചേ തീരൂ എന്ന്? അല്ല, പ്രശാന്ത് രാജിവെക്കല്ല, പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം. പ്രശാന്തിനെ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യണം. 6/8/2018 മുതൽ ആ ദേവസ്വം ബോർഡ് തീരുമാനിച്ച തീരുമാനങ്ങളും മിനിറ്റ്സുകളും അടക്കമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്ന മുഴുവൻ അഴിമതികളെയും ഏറ്റവും അവസാനം തേച്ച് മാച്ച് കളയാൻ വേണ്ടി ഈ പ്രശാന്ത് നടത്തിയ ഒരാവശ്യവുമില്ലാതെ സെപ്റ്റംബർ 9 എന്ന് പറയുന്നത് സെപ്റ്റംബർ 20 അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ആ ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഈ സ്വർണ്ണപ്പാളികൾ അടർത്തിയെടുത്ത് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോയിട്ടേക്ക് ഏൽപ്പിച്ചു കൊടുത്തത് അത് നിസ്സാരമായ കാര്യമാണോ? സ്പെഷ്യൽ കമ്മീഷൻ അറിഞ്ഞിട്ടില്ല. ആര് പറഞ്ഞിട്ടാണ് കൊടുത്തത്? ഞാൻ അറിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് ഇത്രയും കളവ് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ 2 ദിവസം കൂടി മാത്രമാണ് ഇനി ആ പറഞ്ഞ വ്യക്തിക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് രാജിവെക്കലല്ല, അറസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. രാജി എന്ന് പറയുന്നത് നവംബർ 12 ഇവിടെ കാലാവധി തീരാണ്. പിന്നെ രാജിവെച്ചതിന് വലിയ മറ്റൊരു ശ്രമം കൂടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കാലാവധി നീട്ടി നൽകാൻ. അതിനൊരു ഓർഡിനൻസിന്റെ ആവശ്യം വേണ്ടി വരും അല്ലേ? കാലാവധി നീട്ടാൻ ഓർഡിനൻസ് വേണം, ഗവർണർ ഒപ്പിടണമല്ലോ. കാലാവധി നീട്ടാൻ ഇവര് തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ, അത് ഗവർണർ ഒപ്പിടണമല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കാലാവധി 3 വർഷം എന്നുള്ളത് 2 വർഷമായിട്ട് വെട്ടിക്കുറിച്ചു. ഗവർണർ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഒപ്പിട്ടത്. അത് ശരിയാ. അപ്പൊ ഞാൻ പറയുന്നത് ഇത് വലിയ, നമ്മൾക്ക് അങ്ങനെ രാജിവെച്ച് വീട്ടിൽ പോകാത്ത ഒരാളല്ലല്ലോ അദ്ദേഹം. ഇത്രയല്ലേ വലിയ കൊള്ള ചെയ്യും, കൊള്ളക്ക് കൂട്ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നതിന്റെ എന്താണ് അടിസ്ഥാനം? ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കാര്യം മാത്രമല്ലല്ലോ, ഇതുമായി നടന്ന് അവിടെ നിന്ന് പിരിച്ച് ധാരാളം ഭക്തരിൽ നിന്ന് വാങ്ങിയ കോടാനുകോടി രൂപയുടെ ഷെയർ ഇവർക്കൊക്കെ നൽകിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നും കൂടി നന്നായി ചോദ്യം ചെയ്താൽ എത്ര രൂപ വെച്ച് ആർക്കൊക്കെ കൊടുത്തു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കൃത്യമായി പറയും. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എല്ലാ വർഷവും ശബരിമലയിൽ ആയിരക്കണക്കിന് ഭക്തന്മാരുടെ നെയ്ത്തേകം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് കാശ് വാങ്ങുന്നു. അവിടെ ആയിരക്കണക്കിന് ഭക്തന്മാരെ തൊഴിച്ച് കാശ് വാങ്ങുന്നു. അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് കാശ് വാങ്ങുന്നു. അവർക്ക് നിസ്സാരമായ പല കാര്യങ്ങൾ അമ്പലങ്ങളിൽ ചെറിയ ചെറിയ സ്പോൺസർഷിപ്പുകൾ നടത്തി അതിന്റെ കമ്മീഷൻ വാങ്ങുന്നു. ഇതിന്റെ എല്ലാം ഇവരറിയാതെയാണ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് അറിയാതെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? ഉദ്യോഗസ്ഥന്മാർ മാത്രം വേഗത്തിൽ നടക്കുമോ? ഒരു ഉദ്യോഗസ്ഥന് അവിടെ 1 വർഷമേ ഇരിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. ആ ഉദ്യോഗസ്ഥൻ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരല്ല, ഈ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്ര കാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് രാജിവെച്ച് പുറത്തു പോകണമെന്ന ഒരു ചെറിയ കാര്യത്തിലല്ല ഒതുങ്ങുന്നത്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ പേരിൽ ഇപ്പോൾ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. PS പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. അത് നേരത്തെ ഞാൻ ഇദ്ദേഹത്തോട് അനിൽകുമാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ഞാൻ വിഡ്ഢിത്തരം പറയുകയാണെന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അതേ പരാമർശം ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഉത്തരവിലെ പാരഗ്രാഫ്, അതിലെ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി 2025 സെപ്റ്റംബറിൽ കൊടുത്തുവിട്ടത് എന്നുള്ള കാര്യം ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഉത്തരവിലുണ്ടായിരുന്നു. TDB പ്രസിഡന്റാണ്. അപ്പോൾ അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കോടതി ഈ ദ്വാരപാലക ശില്പം തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രശാന്ത് അടക്കമുള്ളവരല്ലേ അത് ഒരുക്കിപ്പോയി. അതുകൊണ്ട് കാലാവസ്ഥ വേണമെന്ന് കേസ് ഹൈക്കോടതി മുന്നിൽ കൊടുത്ത ആളെന്താ മാറ്റി പറഞ്ഞെന്താ? ശരി, നന്ദി ശ്രീ അജയ് തറയിൽ. അതാണ് ഏറ്റവും പുതിയ വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി പരാമർശം നീക്കണം എന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ നിലവിലെ പ്രസിഡന്റ് നിർദ്ദേശിച്ചു എന്ന പരാമർശം നീക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഇത് ഉത്തരവിലെ പിഴവാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് PS പ്രശാന്തിന്റെ തീരുമാനം. ഈ പരാമർശം തിരുത്തണമെന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ ആവശ്യപ്പെടും. PS പ്രശാന്തിന് കാലാവധി നീട്ടി നൽകാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് പുതിയ നീക്കം വരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിന് നേരെ
ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു എന്ന കാര്യം ഇപ്പോഴും അംഗീകരിക്കുവാൻ CPM തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് PS പ്രശാന്ത് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. പരാമർശം തിരുത്തണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. നേരത്തെ ദേവസ്വം കമ്മീഷണർ പറഞ്ഞിരുന്നു, സ്മാർട്ട് ക്രിയേഷൻസിന് ഈ സ്വർണം പൂശുവാനുള്ള സാങ്കേതികമായ വൈദഗ്ധ്യമില്ല പരമ്പരാഗത രീതിയിൽ, അതുകൊണ്ട് അവർക്ക് നൽകരുത് എന്ന്. പക്ഷേ ആ ഉത്തരവ് റിവേഴ്സ് ചെയ്തു. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉത്തരവ് തിരുത്തി ഇറങ്ങി. 21/8/2025 വന്ന ഉത്തരവിൽ തിരുവാഭരണം കമ്മീഷണർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഗോൾഡ് പ്ലേറ്റിംഗ് വർക്ക് ഇതേ സ്പോൺസറെ ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇത് ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ പരാമർശം നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നത്. അരുൺ, വളരെ ഗുരുതരമായ ഒരു പരാമർശം കൂടിയായിരുന്നു ഇത്. ഒരു നിമിഷം പോലും പ്രശാന്തിന് തുടരാൻ സാധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരാമർശം. എന്താണ് ഇപ്പോൾ ഇതിലൊരു വിശദീകരണം വരുന്നത്? അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടുണ്ടോ? മഞ്ജുഷ്, നിലവിലെ ദേവസ്വം ബോർഡിനെ കൂടി ഗുരുതരമായി ബാധിക്കുന്ന ദേവസ്വം ബോർഡ് നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശമാണെന്ന് ഹൈക്കോടതി വിധിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ആ പരാമർശങ്ങൾ നീക്കിക്കിട്ടണമെന്ന ആവശ്യവുമായാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. നേരത്തെ പ്രശാന്തൊക്കെ പറയുന്നത് 2019 ബോർഡിന്റെ കാലത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അഴിമതി ഉണ്ടായിട്ടുള്ളത് അവിടെയാണ്. 2025 സ്വർണം കൊണ്ടുപോയത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ കൈവശം കൊടുത്തുവിട്ടിട്ടില്ല. കൃത്യമായി വീഡിയോ റെക്കോർഡിംഗ് അടക്കം നടത്തി പോലീസിന്റെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വിജിലൻസിലേക്ക് സാന്നിധ്യത്തിലാണ് സ്വർണം കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവന്നതും. അതിൽ ഒരു തരത്തിലുള്ള വീഴ്ചകളും വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇതിലെ കോടതി ഉന്നയിച്ചിരിക്കുന്ന സംശയം 2019 വീഴ്ച കളവ് മറച്ചുവെക്കാൻ ആണോ ധൃതിപ്പെട്ട് ഇപ്പോഴത്തെ ബോർഡ് ഇത് വീണ്ടും 2019 സ്വർണം പൂശിയോ വീണ്ടും സ്വർണം പൂശാനുള്ള തീരുമാനമെടുത്തത്? തിരുവാഭരണ കമ്മീഷണർ ആദ്യം ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇതിന് മതിയായ കോമ്പിറ്റൻ്റായ ഏജൻസി അല്ല, അവർക്ക് ഇതിനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇതിനുള്ള വൈദഗ്ധ്യമുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിച്ച് ഉത്തരവിറക്കിയിരുന്നു. അത് മറികടന്നുകൊണ്ട് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ ഉത്തരവിറക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ എന്ന നിലയിലും അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ ഇത് കൊണ്ടുപോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തത്. അതിലാണ് കോടതി ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത്. 2019 മാത്രമല്ല, അതിൻ്റെ അന്നത്തെ കളവ്, മോഷണം, അന്നത്തെ തെറ്റുകൾ മറയ്ക്കാൻ ഇപ്പോൾ വീണ്ടും ഇടപെടൽ നടത്തിയോ എന്ന സംശയമാണ് കോടതി ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിലൊരു അന്വേഷണം വേണമെന്ന ആവശ്യവും കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് വലിയ തിരിച്ചടിയാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും. നേരത്തെ ഉള്ള കാര്യങ്ങൾ മാത്രം തെറ്റും ഇപ്പോൾ എല്ലാം ശരിയെന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടി പറയാൻ മാറുന്ന വിഷയമായി ഇത് മാറി. അതുകൊണ്ടാണ് ഈ തീരുമാനം മാറ്റാൻ, ഈ കോടതി പരാമർശം മാറ്റാൻ ഹൈക്കോടതി സമീപിക്കാൻ PS പ്രശാന്ത് തയ്യാറെടുക്കുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായും പ്രശാന്തിന്റെ രാജി അടക്കമുള്ള ആവശ്യം വീണ്ടും ശക്തമാകും. ഒരുപക്ഷെ രാജിയിലേക്ക് തന്നെ നീങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. മറ്റൊരു സാഹചര്യം കൂടിയുള്ളത്, ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ അടുത്ത ജൂൺ വരെ, നവംബർ 14 കാലാവധി അവസാനിക്കുന്ന ബോർഡാണിത്. അടുത്ത ജൂൺ വരെ കാലാവധി നീട്ടാനുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തുകയാണ്. ഓർഡിനൻസ് രൂപത്തിൽ അത് കൊണ്ടുവരാനാണ്. കാരണം നവംബർ 14 ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി കഴിയുമ്പോൾ പുതിയ ബോർഡ് ചുമതലയേൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ശബരിമല സീസണിന്റെ ഒരുക്കങ്ങളെ, നടത്തിപ്പിനെ ബാധിക്കുമെന്ന ഒരു വിലയിരുത്തൽ സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് MG രാജമാണിക്യം റിപ്പോർട്ടിൽ പറഞ്ഞത് ജൂൺ മുതൽ ജൂൺ വരെ ആകണം ദേവസ്വം ബോർഡുകളുടെ കാലാവധി. നവംബറിൽ തീർത്ഥാടന സീസണിന്റെ മധ്യത്തിൽ മാറുമ്പോൾ അത് ദേവസ്വം ബോർഡ് പ്രവർത്തനങ്ങളെ ബാധിക്കും. അതുകൊണ്ട് ഒരു ഓർഡിനൻസിലൂടെ സർക്കാർ കാലാവധി ജൂൺ വരെ നീട്ടാൻ ആലോചിക്കുകയായിരുന്നു. അതിനുള്ള നടപടികൾ മുന്നോട്ട് പോകും. ഇതൊക്കെ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിലും സർക്കാരിന്റെ താല്പര്യം പ്രശാന്തിന്റെ ഭരണസമിതി തുടരട്ടെ എന്നുള്ളത് തന്നെയായിരുന്നുവല്ലോ. അതാണല്ലോ കാലാവധി നീട്ടി നൽകുവാനുള്ള ആഗ്രഹം. പക്ഷേ ഇത് ഒരു കുരുക്കായി മാറുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അരുൺ. അത് മാത്രമല്ല, അന്വേഷണം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇനിയിപ്പോൾ 2019 മാത്രമേ അന്വേഷിക്കുന്നുള്ളായിരുന്നു, എന്നാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കോടതി തന്നെ ഇന്നലെ എടുത്തു പറഞ്ഞിരിക്കുന്ന 2025 കാര്യമാണ്. ഈ ഭരണസമിതിയുടെ കാലത്തെ ഈ തീരുമാനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കുരുക്കായി മാറിയിട്ടില്ലേ? തീർച്ചയായിട്ടും 99 മുതലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ കോടതി പറഞ്ഞിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഒരു ആത്മവിശ്വാസം ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റിന്റെ കാലത്തൊന്നും ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല. വളരെ കൃത്യമായി ഈ സ്വർണം കൊണ്ടുപോയത്, പാളികൾ കൊണ്ടുപോയത് കൃത്യമായി രേഖപ്പെടുത്തി, അതിന് വിജിലൻസ് ഉദ്യോഗസ്ഥ സാന്നിധ്യത്തിൽ മഹസർ രേഖപ്പെടുത്തി,
കോടതി അറിയിച്ചില്ല എന്നൊരു വീഴ്ച അവിടെ നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ ഈ എല്ലാ കളവുകളും പുറത്തു വന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വീഴ്ച അവിടെ ഉണ്ടായിട്ടില്ല എന്നൊരു ആത്മവിശ്വാസമായിരുന്നു സർക്കാരിനും ബോർഡിനും ഉണ്ടായത്. ആ ആത്മവിശ്വാസം തകർക്കുന്ന പരാമർശമാണ് ഇന്നലെ ഹൈക്കോടതി വിധിയിലും ഹൈക്കോടതി പരാമർശത്തിലും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു. 19 മറയ്ക്കാനാണോ 2025 ധൃതി പിടിച്ച ഈ ഒരു നീക്കം നടത്തിയ ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും